നമ്മൾ കുറേ ചെറുപ്പക്കാരോടുള്ളപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു പെൺകുട്ടിയെ അവമാനിച്ച് ഒരുത്തനെയും വെറുതെ വിടരുത്. തല്ലും വഴക്കൊന്നും ഉണ്ടാക്കാതെ ഈ പ്രശ്നം പരിഹരിക്കുന്നതാണ് നല്ലത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഭാവിയെ ബാധിക്കുന്ന പ്രശ്നമാണെന്ന് ഓർമ്മ വേണം. മോളെ ശല്യം ചെയ്യുന്ന കാര്യം ഷാജിയേട്ടന് ധൈര്യമായി നമ്മൾ പറയാമായിരുന്നല്ലോ. ഷാജിച്ചേട്ടൻ്റെ ഭാര്യ ആലിച്ചേച്ചി കാണാൻ അടിപൊളിയല്ലേ? ഇവന്മാർക്ക് അവരെ ഒന്നും ശല്യം ചെയ്യണ്ടേ? ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പിള്ളേർ മഹാകുഴപ്പക്കാർ. സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളെ സ്വൈര്യമായി ജീവിക്കാൻ അനുവദിക്കാതെ ശല്യം ചെയ്യുന്ന ഇവന്മാരെ സത്യം പറഞ്ഞാൽ തല്ലിക്കൊന്നു കളയണം. എന്തായാലും ഇത് അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഷാജിയെ കണ്ടെന്ന് ചോദിച്ചോളാം. പ്രശ്നക്കാരാരാണെന്ന് ഷാജിക്ക് തന്നെ അറിയാമല്ലോ. ഇവിടെ നിന്ന് രണ്ടുപേരും കൈയോടെ പിടികൂടാം. ഇവനാ നീ പറഞ്ഞ ആള്. എന്തു വന്നാലും വിടരുത്, കൂടെ ഞാനുണ്ട്. നീയൊക്കെയാണോ എന്റെ മോളെ ശല്യം ചെയ്യുന്നത്? എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഉള്ളൂടാ നിന്നെ. എന്റെ മോളെ ഭാവി ഇല്ലാതാക്കാൻ നിന്നെ ഞാൻ സമ്മതിച്ചു തരണം. വിടത്തിലിടാ നിന്നെ ഞാൻ. വിടാവനെ. എനിക്കറിയത്തില്ല. ഇവിടെ ആളിരിക്കുന്ന കണ്ടില്ലേട്? അപ്പുറത്തോ അപ്പുറത്തോ മാറി. നീ എന്താടാ പാൻഡലാണോ സാധിക്കുന്നത്? അത് വലിച്ചൂരിയിട്ടിരിയുടെ. അവന്മാരുടെ ശല്യം തുടങ്ങിയിട്ട് കുറച്ച് നാളായി. എൻ്റെ ഭാര്യ ആലീസിൻ്റെ ഫോണിൽ വിളിച്ചാൽ അവന്മാർ മോളെ വേണമെന്നും എത്ര രൂപ വേണമെങ്കിലും തരാമെന്നൊക്കെ പറയുന്നത്. മോളെ ശല്യം ചെയ്യുന്ന കാര്യം യാതൊരു നിവൃത്തിയില്ലാതെയാണ് ഭാര്യ എന്നോട് പറയുന്നത്. ഈ കാര്യം മോളെ ഇതുവരെ അറിയിച്ചിട്ടില്ല. യുവമാരെ ഷാജിക്ക് നേരത്തെ അറിയാമായിരുന്നു. എൻ്റെ ഭാര്യയുടെ വീടിനടുത്തുള്ളവരാ. ഇന്ന് രാവിലെ എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഞാൻ ആദ്യമായിട്ട് അവന്മാരെ കാണുന്നത്. അവന്മാരാരായാലും ഞങ്ങളിന്ന് കാണിച്ചതാ. പണി ഞങ്ങൾ കൊടുക്കാം. എൻ്റെ ചില പരിചയക്കാർ ആലീസിൻ്റെ വീടിനടുത്തുള്ളവരാ. ഞാൻ അവരോടൊന്ന് സംസാരിക്കാം. ഈ പ്രശ്നത്തിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാമല്ലോ. അതാ ശരി. പ്രശ്നം അങ്ങനെ തീരുന്നെങ്കിൽ തീരട്ടെ. അത് തീർന്നില്ലെങ്കിൽ മാത്രം മറ്റു വഴികൾ ആലോചിച്ചാൽ മതി. നിങ്ങളെ പറയുന്ന സംഭവത്തിലെ വില്ലന്മാർ ഞങ്ങൾ തന്നെ. ഷാജി എന്ന് പറയുന്ന ആളെ ഞങ്ങൾക്ക് നേരിട്ട് അറിയത്തില്ല, പക്ഷേ ആലീസിന് നന്നായിട്ട് അറിയാം. പ്രശ്നം എങ്ങനെയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഈയിടെയാ ഷാജി ഞങ്ങളുമായിട്ട് ഏറ്റുമുട്ടിയത്. സത്യം നിങ്ങൾ അറിയണം. ഞങ്ങൾ രണ്ടുപേരുടെ ചില റിലേറ്റീവ്സും അവരുടെ ചില ഫ്രണ്ട്സും ഈ പറയുന്ന ആലീസുമായി അഭേദ ബന്ധമുണ്ട്. ഇത് ഞങ്ങൾ പല അവസരങ്ങളിലും കൈയോടെ പിടികൂട്ടിയിട്ടുണ്ട്. ആലീസ് എന്ന് പറയുന്ന സ്ത്രീ ശരിക്കും ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ്. ഇവരുടെ ഭർത്താവ് നിസ്സഹായനാണെന്നാണ് തോന്നുന്നത്. ശരിക്കും അയാൾ അറിഞ്ഞിരിക്കാൻ ഒരു വഴിയില്ല. അറിഞ്ഞാലുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്ക്. ആലീസ് എങ്ങനെ ജീവിക്കുന്നു, അവരാരാ, ഇതൊന്നും ഞങ്ങൾക്കറിയേണ്ട കാര്യമില്ല. പക്ഷേ ഇതിൽ ഉൾപ്പെട്ടവരുടെ ഫാമിലിയിൽ കുട്ടികളും സ്ത്രീകളും മുതിർന്നവരുമൊക്കെ ഉണ്ട്. അവരുടെ കാര്യത്തിലാണ് ഞങ്ങൾക്ക് ആശങ്ക. ഈ ഫാമിലീസ് എല്ലാം തകർച്ചയുടെ വക്കില്ല. അവരിപ്പോൾ ഫാമിലി കോർട്ടിൽ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞു. ഇവരുടെ ബിസിനസ് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി ആലീസ് തയ്യാറാക്കിയ നാടകമാണ് ഈ മോളെ ആരോ ശല്യം ചെയ്യുന്നതൊക്കെ പറയുന്നത്. TV ചാനലിൽ ബ്രേക്കിംഗ് ന്യൂസ്.
ഏതോ ഹോട്ടൽ കേന്ദ്രീകരിച്ച് അനാശാസ്യം നടത്തിയ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിൽ ആലീസ് ഉൾപ്പെടെ നമ്മൾ പറഞ്ഞ എല്ലാവരും ഉണ്ട്, കൂടെ ഏതോ VIP. ഒരു ചായ. മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ, എവിടെന്നാ? അനാശാസ്യം നടത്തിയ 9 അംഗ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്ത്രീകൾ എന്തിനും തയ്യാറായി എന്ത് ചെയ്യും? സ്ത്രീകളെ ഒന്നിനും വിശ്വസിക്കാൻ കൊള്ളില്ല. എല്ലാ സ്ത്രീകളും അങ്ങനെയല്ല ചേട്ടാ, ചില സ്ത്രീകൾ മാത്രമേ തെറ്റിലേക്ക് പോകൂ. അവർ ചതിക്കും, കുടുംബത്തെയും കുട്ടികളെയും എല്ലാവരെയും. എൻ്റെ മോള്, എൻ്റെ കുടുംബം, എനിക്ക് ജീവിക്കണം എൻ്റെ കുടുംബത്തോടൊപ്പം. ക്ഷമിക്കാൻ എനിക്കേ കഴിയൂ. പക്ഷേ